ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു ഇന്ന് ആളുകളുടെ റിയാക്ഷൻ. എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനത്തെ ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്നൊരു സിനിമയാണ്. എല്ലാവരെയും ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. കാരണം നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കഥകൾ വന്നാലും നമുക്ക് അച്ഛനും മകനും അമ്മയും മകളും അച്ഛനും മകളും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധത്തിന് ഇന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളെയൊക്കെ ഒരുപാട് ഉറപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ എല്ലാവരെയും ഇമോഷണലി കണക്റ്റഡ് ആക്കുന്ന സിനിമയാണ്. സിനിമയിലെ നായകനാണ് രഞ്ജിത്ത്, നായികയാണ് നേഹ. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം നിങ്ങൾക്ക് കാണാം. ഞാൻ ശരിക്കും കണ്ട് പോലും ധരിച്ചിരുന്നു പോയിട്ടുണ്ട് അവരുടെ പ്രകടനം. എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. സിനിമ വളരെ നന്നായിട്ട് വരുന്ന മലയാള സിനിമയ്ക്ക് വേറൊരു മുഖം കാണിച്ചു തരുന്ന പുതിയ നായകനും നായികയും അവരുടെ കൂടെയുള്ള എല്ലാവരുമാണ്. ഞാൻ മാത്രമുള്ള പഴയത്. സാഹചര്യം താരതമ്യേന പുതിയതാണ്. ഞാനാണ് ഒരുപാട് പഴയ ഒരാൾ. എനിക്ക് ഇവരുടെ കൂടെ നിന്ന് സിനിമ ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായ കാര്യമാണ്. ഇത് എന്തായാലും എല്ലാവരും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു നല്ല സിനിമയായിരിക്കും. താല്പര്യം എല്ലാവരും വിജയിപ്പിക്കുക. ഇത് തന്നെ എല്ലാവർക്കും പറയാം. അവൾ പറയില്ല. അവൾ പറയുന്നതിന് മുമ്പ് കരയും. അവൾ അങ്ങനത്തെ കരച്ചിലിൻ്റെ ആളാണ്. അവളുടെ സന്തോഷം ഞങ്ങളുടെയൊക്കെ സന്തോഷം നിറകണ്ണുകളിലൂടെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. സിദ്ദിഖ് സാർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ പടം കാണണം. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ബ്ലഡ് സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് കൊടുത്തുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ എല്ലാം നിങ്ങൾ എല്ലാവരും കാണണം. ആൻഡ് പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു. ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ സിനിമയാണ്. സർ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൻ്റെ ഇടയിൽ ഈ സിനിമ എന്തെങ്കിലും വ്യത്യസ്തമാക്കുന്നുണ്ടോ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ? നമുക്ക് ഓരോ സിനിമകളും നമ്മൾ ഇറങ്ങുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ പ്രമേയങ്ങൾ, വ്യത്യസ്തമായ അവതരണമാണ് നമ്മൾ അട്രാക്ട് ചെയ്യിക്കും. നമ്മൾ ഒരുപാട് കാലം ഒരു പ്രണയകഥ കണ്ടിട്ട് ഇത്രയും മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു പ്രണയകഥ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ട് എന്നും അതിന് പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും ജനത്തിൻ്റെ കണ്ണ് നനയിക്കുന്ന സിനിമയാണ് എപ്പോഴും കൂടുതൽ കാലം ഓർത്തു വെക്കാൻ. കോമഡി സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്യുമെങ്കിലും പിന്നെ നമ്മൾ മറന്നു പോകും കുറച്ച് കഴിയുമ്പോൾ. ആ സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ കണ്ണെന്ന് നനയിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് മുറിവേൽപ്പിച്ചാൽ ആ സിനിമ ഒരുപാട് കാലം പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാവും. നമ്മൾ ആലോചിച്ചറിയാം അങ്ങനത്തെ സിനിമകളാണ് എന്നും നമ്മൾ ഓർക്കുന്നത്. എന്തുകൊണ്ടാണ് ചിത്രം ഇത്രയും വലിയ ഹിറ്റായ സമയത്തും അവസാനം പ്രേക്ഷകൻ്റെ കണ്ണ് നനയിച്ചിട്ടാണ് ആ സിനിമ പ്രേക്ഷകൻ പുറത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. നമ്മൾ ഈ സിനിമ കണ്ടാൽ കുറേ ദിവസമൊക്കെ നമ്മുടെ മനസ്സിൽ ഈ സിനിമ മാറുക എന്ന് തന്നെയാണ് എൻ്റെ പ്രതി. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി നല്ല ഡയലോഗ്സ് ഇക്കയുടെ ഇക്കയുടെ ക്യാരക്ടറിലുണ്ടായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഹാർട്ട് ടച്ചിങ്ങിന് ആകുമെന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെയൊക്കെ ഇമോഷൻസൊക്കെ ഏത് തലമുറയാണെങ്കിലും ഒരുപോലെ കണക്റ്റഡ് ആവുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എനിക്ക് ബന്ധമുണ്ടായിരുന്ന പോലെയാണ് എൻ്റെ മക്കൾക്കും എന്നോടുള്ള ബന്ധം. എന്നതുപോലെയാണ് അത് ഏത് തലമുറ വന്നാലും ഇമോഷണലി കണക്റ്റഡ് ആവാൻ. ഒരുപക്ഷെ ചില തമാശകളൊക്കെ ഇപ്പോൾ പുതിയ തലമുറയിൽ പറയുന്ന തമാശകൾ ചിലപ്പോൾ പഴയ തലമുറയിലെ ആൾക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അന്ന് പറയുന്ന തമാശ ചിലപ്പോൾ പുതിയ തലമുറ എൻജോയ് ചെയ്തില്ല എന്നിരിക്കും. അങ്ങനെയൊക്കെ വന്നാലും ഇമോഷണൽ കണക്ഷൻസൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. എല്ലാ തലമുറകൾക്കും അത് പുതിയ തലമുറയിലെ കുട്ടികളുമൊക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന കുട്ടികൾ തന്നെയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഇമോഷണലാണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ. പെട്ടെന്ന് തന്നെ അവർ റിയാക്ഷൻസൊക്കെ വളരെ പെട്ടെന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ പ്രേക്ഷകൻ ഈ പടം എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ്. നിങ്ങളൊക്കെ പടം കണ്ടതല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടു.